ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി ജാമാണ്. ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ജാം ചെയ്തിട്ടുള്ളത്. ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ജാമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത്തപ്പഴം ഇതേപോലെ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ മിക്സി ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 10 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുക. കട്ടയൊന്നും കൂടാണ്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുക. വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ജാമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരണം. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജാമിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴത്തിനൊക്കെ വിലക്കുറവാണ്. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വാനില എസൻസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ചെയ്താൽ മതി. നമ്മുടെ വാഴപ്പഴം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മാത്രമല്ല ഏത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വെയിറ്റ് ഗെയിനിനൊക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫാക്കുക. ഇതാണ് നമ്മുടെ ആ ഒരു ലെവൽ വരുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാതിരിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 2-3 മാസം വരെ ഒരു കേടും കൂടാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും.